ഹലോ, അപ്പോൾ എന്താ പരിപാടി? ഇന്ന് എനിക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. ഉമ്മാന് കാറൊന്ന് ട്രയലാക്കണം, ഡ്രൈവിംഗ് ടെസ്റ്റ് അടുത്തിരിക്കുകയാണ്. പിന്നെ മോൻ്റെ സ്കൂളിലൊന്ന് പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മോൻ്റെ സ്കൂളിൽ പോയി കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. അതൊക്കെ ശരിയാക്കി വന്നു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എടുത്തിരിക്കുന്നത് പൊൻകതിറിൻ്റെ പൊടിയാട്ടോ. അതാവുമ്പോൾ എളുപ്പമാണ്. അവർ പറഞ്ഞ മാതിരി വെള്ളവും പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് മിക്സിയിൽ അരച്ചിട്ട് ഒരു 1 അവർ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചൊരു വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ട് നേരെ നമുക്ക് അപ്പം ചൂടാം. അതിന് സൈഡായിട്ടൊന്ന് മുട്ടക്കറിയാണ്. മുട്ടക്കറി വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുക്കറിൽ നമ്മൾ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പു പട്ടമൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം ഉള്ളി, വെളുത്തുള്ളി, തക്കാളി ഇത് മൂന്നും കട്ട് ചെയ്തിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് വയന്ന് വരുന്ന സമയത്ത് 2-3 പീസിലൊക്കെ വന്നിട്ട് ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം മുട്ടയും മസാല പൊടി ഇടണം കേട്ടോ. ഉപ്പ് മസാല കാര്യങ്ങളൊക്കെ ഇട്ട ശേഷം ഈ മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ കരിവേപ്പില മല്ലിച്ചപ്പ് കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ മുട്ടക്കറി റെഡി ആവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് മുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചായിട്ട്. ഇത് അപ്പം കണ്ടില്ലേ, നല്ല സൂപ്പറാണ്, നല്ല അടിപൊളിയായിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം മുട്ടക്കറി കൂടെ നല്ല കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിംഗ് ബീച്ചിൽ പോയിട്ട് ഉമ്മാനെ ഒന്ന് ട്രയലാക്കി. സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, കാറൊക്കെ ഓടിക്കാൻ പേടിയുള്ള ആൾക്കാർക്ക് ലൈസൻസ് കിട്ടിയിട്ടാണെങ്കിലും മുന്നേ ആണെങ്കിലും ട്രയലടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. അവിടെ ഒത്തിരി പേര് ഇങ്ങനെ പഠിക്കാൻ വരും കേട്ടോ. ബൈക്കാണെങ്കിലും എന്താണെങ്കിലും 3-4 കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന നല്ല വീതിയുള്ള വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഇതാട്ടോ പ്ലേസാണ്. അപ്പോൾ അവിടെ പോയിട്ട് ട്രയലാക്കാം. മുന്നേ ഒരിക്കലും നമ്മൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗിയറൊക്കെ മാറ്റാൻ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റോഡിലേക്ക് ഇറക്കുക ചെയ്തിട്ട് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ആക്കാം. ജസ്റ്റ് നമുക്ക് ഗിയർ മാറ്റാനും അങ്ങനെ ലെവലാക്കാം. പക്ഷേ റോഡിൽ റോഡിൽ തന്നെ ഇറക്കണം. അങ്ങനെ റോഡിൽ ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് മന്തിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പിന്നെയും നമ്മൾ റോഡിലേക്ക് വന്ന് പിന്നെയും കുറച്ച് 1-2 മണിക്കൂറൊക്കെ ഓടിച്ചിട്ട് അത്യാവശ്യം ലെവലാക്കിയിട്ട് അപ്പോൾ കഴിഞ്ഞിട്ടോ ഡ്രൈവിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.